ഇവിടെ കേക്ക് അവിടെ അറസ്റ്റ് എന്ന മട്ടിലാണ് ഇപ്പോൾ ചില കാര്യങ്ങൾ പോകുന്നത്. കേരളത്തിലെ ക്രൈസ്തവ സഭാ മേധാവിമാരെയെല്ലാം സ്വന്തം പക്ഷത്തു നിർത്താനായി ക്രൈസ്തവ മേധാവിമാരെ പ്രധാനമന്ത്രി പ്രത്യേകമായി കാണുന്നു, അവർക്ക് വിരുന്ന് നൽകുന്നു. കേരളത്തിലെ BJP നേതാക്കളാകെ അരമനകളിലേക്ക് യാത്ര ചെയ്യുന്നു. കേരളത്തിലെ ക്രൈസ്തവ വീടുകളിലൊക്കെ കേക്ക് ക്രിസ്മസിന് വിതരണം ചെയ്യുന്നു. അങ്ങനെ ക്രൈസ്തവ സഭയിലെ ചില തിരുമേനിമാരും ഒക്കെ BJPക്ക് അനുകൂലമായ നിലപാട് പരസ്യമായിട്ടൊക്കെ സ്വീകരിക്കുന്ന ഇടയൊക്കെ ഉണ്ടാവുകയും BJPയുമായി ക്രൈസ്തവ സഭയ്ക്ക് മുമ്പുണ്ടായിരുന്ന ഒരു അകലം പൂർണ്ണമായും മാറുന്ന ഒരു രീതിയിലേക്ക്, പുറമേക്കെങ്കിലും മാറുന്ന ഒരു രീതിയിലേക്കൊക്കെ എത്തുകയും ഒക്കെ ചെയ്യുന്നു. അതിനിടയ്ക്കാണ് ഓരോരോ പ്രശ്നങ്ങൾ ഉത്തരേന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയതായി ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബജ്രംഗ് ദളുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ്. പ്രതിഷേധമല്ല, അവർ അക്ഷരാർത്ഥത്തിൽ അവരെ തടഞ്ഞു നിർത്തുകയായിരുന്നു. അവിടെ മഠത്തിലെ ജോലിക്കായി കൊണ്ടുവന്ന 2 പെൺകുട്ടികളെയും ആ പെൺകുട്ടിയുടെ സഹോദരനെയും അടക്കം ഇവർ മതപരിവർത്തനത്തിന് കൊണ്ടുവന്നതാണ്, ഇവർ മനുഷ്യക്കടത്ത് ആണ് നടത്തുന്നത് എന്നൊക്കെ ആരോപിച്ചായിരുന്നു പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത്. ഇപ്പോൾ 2 പേരും റിമാൻഡിലാണ്, ഈ 2 മലയാളി കന്യാസ്ത്രീകളുമൊക്കെ. അതിൻ്റെ പേരിൽ പാർലമെൻറ്റിലടക്കം കേരളത്തിലെ എല്ലാ MPമാരും, ഇടതുപക്ഷ MPമാരും UDF MPമാരും എല്ലാം കടുത്ത പ്രതിഷേധം പാർലമെൻറ്റിൻ്റെ ഉള്ളിലും അകത്തുമെല്ലാം പ്രകടിപ്പിക്കുന്നു. കേരളത്തിലെ ചില സഭകളുടെയൊക്കെ തലപ്പത്തിരിക്കുന്നവർ തന്നെ ചോദിക്കുന്നു, ഇതിലൊക്കെ എന്തിനാണ് പ്രതിഷേധിക്കുന്നത്, നിങ്ങൾക്ക് വിരുന്ന് കിട്ടിയാൽ പോരെ എന്നുള്ള ചില പരിഹാസ ചോദ്യങ്ങളും അല്ലെങ്കിൽ സ്വയം വിമർശനപരമായ ചോദ്യങ്ങളും ഒക്കെ ഉന്നയിക്കുന്നു. എന്തായാലും കേരളത്തിൽ സഭയുമായി BJP അടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇതര സംസ്ഥാനങ്ങളിലൊക്കെ ഈ ബജ്രംഗ് ദൾ അടക്കമുള്ള സംഘപരിവാർ സംഘടനകളുടെ പേരിലുണ്ടാവുന്ന ഇത്തരം ആക്രമണങ്ങൾ BJPയുടെ ക്രൈസ്തവ നയതന്ത്രം പാളുന്ന അവസ്ഥയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. പ്രേക്ഷകർക്കും പ്രതികരിക്കാം.